പ്രസാദേട്ടനെ രജനീകാന്തിനെ കണ്ടപ്പോ തന്നെ എന്നോട് ചോദിച്ചത് ഇത് പുതിയതാണോ എന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി പ്രസാദേട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല ഇയാളാ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി മിമിക്രിക്കാരുടെ ഡൂപ്പുകൾ എല്ലാത്തിനും പ്രസാദേട്ടനാണ്. അങ്ങനത്തെ ഒരു ബന്ധം പ്രസാദേട്ടനുണ്ട്. മാത്രമല്ല ഈ മിമിക്രിക്കാർക്ക് അഭിമാനം എന്ന് വെച്ചാൽ മിമിക്രിക്കാരുടെ അപരന്മാര്, അതായത് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലകളിലും മിമിക്രിക്കാർ അവരുടെ അപരന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിമിക്രി ലോകത്തു നിന്നും മിമിക്രി സംഘടനയിൽ ഉണ്ടായിരുന്ന മണിയായിരുന്നു അവിടെ പോയി തകർത്തുകൊണ്ടിരുന്നത്. ഇപ്പോ സ്വരാജും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല നാഷണൽ അവാർഡ് വിന്നറാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, സംഗീത അക്കാദമി വിന്നറാണ്, ഗിന്നസ് അവാർഡ് വിന്നറാണ്. മിമിക്രിക്കാരും മോശക്കാരല്ല. പിന്നെ ഞാൻ ആ പട്ടിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയ എന്താണെന്നറിയാം, മനുഷ്യൻ കൊണ്ടു നടക്കുന്ന രണ്ട് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയും പട്ടിയുമാണ്. ഇല്ലേ? പട്ടി പാവപ്പെട്ടവനെയും പണക്കാരനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, പട്ടിയുമായിട്ട് ഒരുത്തൻ നടക്കണ കണ്ടാൽ അവൻ പണക്കാരൻ, പട്ടിയെ പോലെ ഒരുത്തൻ അലഞ്ഞു നടക്കണ കണ്ടാൽ അവൻ പാവപ്പെട്ടവൻ. ഇങ്ങനെയാണ് അതിനാ. പക്ഷെ ഈ പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പട്ടി വാലാട്ടും മനുഷ്യൻ എല്ലാത്തിനും തലയാട്ടും. പട്ടിക്കൊരു കൂടുണ്ട്, നമുക്കൊരു വീടുണ്ട്. പട്ടിയും ചങ്ങലക്കെടും. ചില സമയത്ത് നമ്മ കയ്യിൽ നിന്ന് പോയാൽ നമ്മളെയും ചങ്ങലക്കെടും. നമ്മളും വീടിന് കാവലാണ് വയസ്സാങ്കാലത്ത്, പട്ടിയും വീടിന് കാവലാണ്. പിന്നെ എന്താണ് ഈ പട്ടീനെ കടിക്കണേന്ന് ചോദിച്ചാൽ, അങ്ങനെ അത്രയും ബന്ധമുള്ള ഒരു പട്ടി ഒരിക്കലും മനുഷ്യനെ കടിക്കാൻ പാടില്ലല്ലോ. നമ്മളെയും പോടാ പട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്, നായെ പോയി അലയുന്ന എന്നൊക്കെ കുറെ ഉദാഹരണങ്ങളൊക്കെ പറയും. പിന്നെ എന്തുകൊണ്ട് ഈ പട്ടി മനുഷ്യനെ കടിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ ഇഷ്ടമല്ല. പക്ഷേ നന്നായിട്ട് കൊണ്ടു നടന്നാൽ നല്ലതാണ്. മറിച്ച് ഇത് കാണിച്ചു കൂട്ടുന്ന ചെറിയ ഉപദ്രവങ്ങൾ നമുക്ക് നഷ്ടവും ഉണ്ടാക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടു. ഹാർട്ട് ഇഷ്ടപ്പെട്ടു.